അല്ലടാ ഒരുമാതിരി ഫാൻസി ഡ്രസ് ഇട്ട് ആ റോട്ടിൽ കൂടെ തണ്ടി പൈസ ഉരിച്ചെടുക്കാൻ. അയ്യോടി ചേട്ടന്മാരെ കാലം തുടങ്ങിയുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള നാളൊക്കെ മതി. എന്നിട്ട് കാശ് എപ്പോഴാ കൊടുക്കുന്നേ? നാളെ കാലത്തിന്റെ വക്കീലിന്റെ അവിടേക്ക് വരാനാണ് അവന്മാരോട് പറഞ്ഞേക്കണത്. എന്റെ പൊന്നു ഭീമ, അവിടെ കിടന്ന് ചുറ്റിത്തിരിയാണ്ട് ആ മുതലിനെ കൂടെ കേറ്റുവിടാ. പെരുന്നാളെ വീട്ടുകാരെയും കൊണ്ടൊന്ന് വേളാങ്കണ്ണി വരെ പോണം. അതേപോലെ ഞാനവിടെ കെട്ടിയെടുക്കാന്ന്. ആ മൂക്കന്നൂര് ലേഡീസ് ഫ്രൂട്ട് മാറ്റി കൊടുത്തില്ലടാ. അതെ ഞങ്ങളെ ശരി എന്നാ. ഫോണിൽ വിളിച്ച് എത്ര മണിയാണെന്ന് അറിയില്ലേ? അവന് കിട്ടിയിട്ടുണ്ടോ? ആരാ? ആ ലേഡി സ്റ്റോർ നടത്തുന്ന ഷൈജപ്പല്ലടാ. നാളെ ഇനിയിപ്പൊ കാര്യം സെറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തോമസ് ചേട്ടാ ഈ കേസ് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല കേട്ടാ. പെരുന്നാളായിട്ടാ പന്നിയുടെ 5-2 പടക്കം വിട്ടാലും ശരിയാവുള്ളൂ. വന്നേ തോമസ് പെരുന്നാളായിട്ട് ആരുടെ മെക്കിട്ട് കയറണം വിചാരിച്ചിരിക്കരുത്. അതിങ്ങടുത്ത് ഒരു ചവിട്ടി ഞാൻ ചവിട്ടിയിൽ ശരിയാവില്ല. അപ്പം ചോട്ടാ ചേട്ടാ ഒന്നും പറ്റിയില്ലല്ലോ. രവി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ച് തീർന്നു. ഇനി ഇതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കശവിശ പാടില്ല. പിന്നെ അവന്മാർക്കുള്ളത് നിങ്ങൾ കൊടുത്തോളൂല്ലേ? അത് ഞങ്ങൾ കൊടുത്തോളാം. നമ്മൾ താഴെ ശരി ഓക്കെ. ശരി ഞങ്ങൾ ഇറങ്ങണം. ശരി എന്നാ. ഞങ്ങൾ ഇറങ്ങണം. ചെന്നിട്ട് ടാബ്ലോന്റെ പരിപാടി ഉണ്ട്. പെരുന്നാളല്ലേ? എടാ ഞങ്ങളിനി ആ പോർക്കിന്റെ പരിപാടി ഇല്ല. വർക്കിയുടെ 2 സ്റ്റാളുണ്ടോ. അപ്പൊ നിങ്ങൾ വർക്കായിട്ട് എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യും. പിന്നെ ഞാൻ അടുത്ത മാസം ദുബായിക്ക് വേണം. അവളവിടെ അല്ല. ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ലടാ. അവിടെ നിങ്ങൾ ശരിയാടാ? ഇല്ലടാ, അവിടെ പോയിട്ട് എന്തെങ്കിലും നോക്കണം. നമ്മുടെ കീരിയുടെ ജെയിംസ് അവിടെ അല്ലേ? എനിക്ക് അവനെ ഒന്ന് വിളിച്ചോക്കാം. വൈകിട്ട് പ്രദർശന സമയത്ത് പേപ്പർ വീട്ടിലേക്കാടാ. 2 ടെണ്ണവലും പുറത്തിറച്ചും കൂടി ഞെരിച്ചിട്ട് പോവാന്ന്. തീർക്കാന്നേ. ശരിടാ. പെരുന്നാളല്ലടാ സാഗർക്ക്. കാശ് കിട്ടിയാ? അപ്പൊ എന്താ പരിപാടി? പൂച്ചല്ലേ? എന്നാ കേറി. ഈ പരിപാടി കഴിഞ്ഞാൽ അവന്മാര് ചേട്ടിയിൽ ബാറിലേക്ക് വരും. അവിടെ കുടിക്കാം. ഏതാ ടീംസ്? കൗണ്ടർ ഇരിക്കണവരാ.